ഇപ്പോൾ പാലക്കാട് എത്തിയിട്ടുള്ള മറ്റൊരു ട്രെയിനിൽ കൂടി പോലീസ് പരിശോധന നടത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇക്ബാലുണ്ട് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ഇക്ബാൽ, ഇപ്പോൾ വരുന്ന എല്ലാ ട്രെയിനുകളിലും പരിശോധന നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയും ഇപ്പോൾ വന്ന ട്രെയിനിൽ പരിശോധന ആരംഭിച്ചോ? അല്പസമയം മുമ്പാണ് കന്യാകുമാരിയിൽ നിന്നും അസാമിലേക്ക് പോകുന്ന ഈ വിവേക് എക്സ്പ്രസ് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ ട്രെയിനിലും ഇപ്പോൾ റെയിൽവേ പോലീസിൻ്റെയും അതുപോലെ തന്നെ കേരള പോലീസിൻ്റെയും നേതൃത്വത്തിൽ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നും കാണാതായ ആ 14 വയസ്സുകാരി ഈ ട്രെയിനിലെങ്കിലും ഉണ്ടാവുമോ എന്ന രീതിയിലുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസിൻ്റെയും അതുപോലെ തന്നെ റെയിൽവേ പോലീസിൻ്റെയും നേതൃത്വത്തിൽ ഈ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ ഈ ട്രെയിനിൻ്റെ ജനറൽ കോച്ചിൽ കയറി ഉദ്യോഗസ്ഥർ കൃത്യമായി ഓരോ ആളുകൾക്കും ഈ കുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് പരിശോധന നടത്തുന്നത്. തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുന്ന കൂടുതൽ ട്രെയിനുകൾ പരിശോധിക്കുമെന്ന് നേരത്തെ തന്നെ RPF ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. ട്രെയിനിൻ്റെ മുഴുവൻ മേഖലയിലും കൃത്യമായി ആ ഫോട്ടോ ഉൾപ്പെടെ കാണിച്ച് ഈ ട്രെയിനിലുള്ള ആളുകൾക്ക് അതിഥി തൊഴിലാളികൾക്ക് ഉൾപ്പെടെ ഫോട്ടോ ഉൾപ്പെടെ കാണിച്ചു കൊടുത്ത് ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് ഈ ട്രെയിനിൽ കുട്ടിയെ കണ്ടെത്തി എന്ന രീതിയിലുള്ള ഒരു പ്രതീക്ഷയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതീക്ഷ നിറഞ്ഞ ഒരു ശുഭവാർത്ത ലഭിക്കുമോ എന്ന രീതിയിലുള്ള ഒരു കാത്തിരിപ്പിലാണ് പോലീസും ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്നും ആസാമിലേക്ക് പുറപ്പെട്ടുള്ള ഈ വിവേക് എക്സ്പ്രസിലും പരിശോധന തുടരുന്നത്. 2:40 പാലക്കാട്ടേക്ക് എത്തേണ്ട ട്രെയിനായിരുന്നു. ഇപ്പോൾ 3 മണിയോടുകൂടിയാണ് ആ ട്രെയിൻ എത്തിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ കയ്യിൽ ഫോൺ യാത്രക്കാർക്ക് ഉൾപ്പെടെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇപ്പോൾ പരിശോധന ട്രെയിനിന്റെ ജനറൽ കോച്ച് നിലവിൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ട്രെയിൻ ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ആസാമിലേക്കുള്ള ട്രെയിനിൽ പരിശോധന നടത്തുകയാണ് പോലീസ്. നേരത്തെയും ഒരു ട്രെയിനിൽ ആ പെൺകുട്ടി ഉണ്ട് എന്നുള്ള ഒരു വിവരം ലഭിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെ പെൺകുട്ടിയെ കണ്ടെത്താനായിട്ടില്ല. അത് ട്രെയിൻ കോയമ്പത്തൂർ എത്തുന്നത് വരെ ആ പരിശോധന തുടർന്നു. 4 ഉദ്യോഗസ്ഥർ ആ ട്രെയിനിൽ കോയമ്പത്തൂർ വരെ സഞ്ചരിക്കുകയും എല്ലാ ബോഗികളിലും ഒരിക്കൽ കൂടി പരിശോധന നടത്തുകയും ചെയ്തു. ഇപ്പോൾ ആ ട്രെയിനിൽ പരിശോധന നടത്തുകയാണ്. ഇക്ബാൽ, പറയൂ. ഇക്ബാൽ, കേൾക്കാമെങ്കിൽ എല്ലാ സാധ്യതകളും എല്ലാ വശങ്ങളിലും എല്ലാ ബോഗികളിലും പോലീസ് പരിശോധന നടത്തുകയാണല്ലേ? തീർച്ചയായും പോലീസ് എല്ലാ ട്രെയിനുകളിലും പാലക്കാട്ടേക്ക് എത്തുന്ന പ്രത്യേകിച്ചും ഈ തിരുവനന്തപുരം ഭാഗത്തു നിന്നും പാലക്കാട്ടേക്ക് എത്തുന്ന എല്ലാ ട്രെയിനുകളുടെയും ബോഗികളിൽ കയറിയാണ് ഈ പരിശോധന തുടരുന്നത്. നിലവിൽ 2 സെക്കൻഡ് ക്ലാസ് ബോഗികൾ പരിശോധിച്ചതിന് ശേഷം പിന്നീട് വനിതകളുടെ കമ്പാർട്ട്മെന്റിൽ കയറി പരിശോധിച്ചിരുന്നു. അവിടെ ഒരു കുട്ടിയെ ഉണ്ടായിരുന്നു, പക്ഷേ ആ കുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഏതായാലും അവരോടെല്ലാം ഈ ചിത്രങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കാണാതായ കുട്ടിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ പരിശോധിച്ചിരുന്നു. പക്ഷേ ഇവിടെ നിന്നും നിലവിൽ പോലീസ് അല്ലെങ്കിൽ RPF അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിവരങ്ങൾ ലഭിച്ചില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആളുകൾ ഇരിക്കുന്ന സീറ്റുകളുടെ താഴത്തുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പാലക്കാടുള്ള റെയിൽവേ പോലീസും അതുപോലെ തന്നെ കേരള പോലീസിൻ്റെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു തെരച്ചിൽ കുട്ടിക്ക് വേണ്ടി ഇപ്പോഴും തുടരുന്നത്. നിലവിൽ കന്യാകുമാരിയിൽ നിന്നും ഇപ്പോൾ ആസാമിലേക്ക് പുറപ്പെട്ടിട്ടുള്ള ഈ വിവേക് എക്സ്പ്രസ്സിലാണ് ഈ തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ അരുണോയ് എക്സ്പ്രസ്സിലും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള ഒരു തെരച്ചിൽ നടത്തിയിരുന്നു. ട്രെയിൻ കോയമ്പത്തൂർ എത്തുന്നവരെ RPFൻ്റെയും അതുപോലെ തന്നെ കേരള പോലീസിൻ്റെയും നേതൃത്വത്തിലായിരുന്നു നേരത്തെ തെരച്ചിൽ നടത്തിയിരുന്നത്. കോയമ്പത്തൂർ വരെ തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആസാമിലേക്ക് പുറപ്പെട്ടുള്ള കൂടുതൽ ട്രെയിനുകളിൽ പരിശോധന തുടരാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് ഉദ്യോഗസ്ഥർ കടന്നിട്ടുള്ളത്. RPFൻ്റെയും അതുപോലെ തന്നെ കേരള പോലീസിൻ്റെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു തെരച്ചിൽ ഇപ്പോഴും തുടരുന്നത്. പോലീസ് കൃത്യമായി ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ ഉൾപ്പെടെ നോക്കി അവരുടെ കയ്യിലുള്ള ചിത്രം, അതായത് തിരുവനന്തപുരത്തും കാണാതായിട്ടുള്ള ആ കുട്ടിയുടെ ചിത്രം കയ്യിൽ ഫോണിലുണ്ട്. ആ ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ ട്രെയിനിലുള്ള യാത്രക്കാരുമായി ഈ സാമ്യമുള്ള കുട്ടികൾ ആരെങ്കിലും ഈ ട്രെയിനിൽ ഉണ്ടോ എന്ന രീതിയിലുള്ള ഒരു തെരച്ചിലാണ് നിലവിൽ നടത്തുന്നത്. മാത്രമല്ല യാത്രക്കാർക്കും അതുപോലെ തന്നെ ഈ ട്രെയിനിലുള്ള TTമാർക്കും ഈ കുട്ടിയുടെ ചിത്രം നൽകിയിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ച് ഉള്ള ഒരു തെരച്ചിലാണ് നിലവിൽ പുരോഗമിക്കുന്നത്. വലിയ രീതിയിൽ ഈ കുട്ടിയെ കിട്ടുമെന്നൊരു പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർ ഈ തെരച്ചിൽ നിലവിൽ ഇപ്പോഴും തുടരുന്നത്.
യാത്രക്കാർക്ക് നിലവിൽ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് യാത്രക്കാർക്ക് ഉൾപ്പെടെ ഈ കുട്ടിയുടെ ചിത്രം കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു തെരച്ചിൽ തുടരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഇവിടെയുള്ള യാത്രക്കാർക്ക് കൃത്യമായി ഈ ട്രെയിനിൻ്റെ സെക്കൻഡ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കൃത്യമായി ആ കുട്ടിയുടെ ചിത്രം കാണിച്ചു കൊടുത്ത് ഇത്തരത്തിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ കുട്ടി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഉദ്യോഗസ്ഥർ ട്രെയിനിൽ ആ തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഏറ്റവും കൂടുതൽ വലിയ വിപുലമായി തന്നെ ഈ കുട്ടിക്ക് വേണ്ടി തെരച്ചിൽ നടത്തി ഏതെങ്കിലും കണ്ടെത്താൻ ഏതെങ്കിലും ഒരു മാർഗമുണ്ടെങ്കിൽ ആ മാർഗത്തിലൂടെയെല്ലാം കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയോടുകൂടിയാണ് പോലീസ് ഇപ്പോഴും തെരച്ചിൽ തുടരുന്നത്. ഇക്ബാൽ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു ട്രെയിനിൽ സ്വന്തം നാട്ടിലേക്ക് പോകാൻ ആ പെൺകുട്ടി കയറിയിട്ടുണ്ടെങ്കിൽ അവളെ കണ്ടെത്തി അവളുടെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം, അങ്ങനെ അവസാന ശ്രമവും പോലീസ് നടത്തുകയാണ്. ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ആസാം വരെ പോകുന്ന വിവേക് എക്സ്പ്രസ്സിലാണ് ഇപ്പോൾ പോലീസ് തെരച്ചിൽ നടത്തുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ധാരാളം ആളുകൾ, ആസാമിലേക്കടക്കം പോകുന്ന ധാരാളം ആളുകൾ ആ ട്രെയിനിലുണ്ട്. അവരെ എല്ലാവരെയും വിളിച്ചുണർത്തി ഇങ്ങനെയൊരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ്. അവിടെ എവിടെയെങ്കിലും അവൾ ഇരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ്. അങ്ങനെയാണെങ്കിൽ അവളെ കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അങ്ങനെ സാധ്യമായിട്ടുള്ള എല്ലാ ഇടങ്ങളിലും പോലീസ് പരിശോധന നടത്തുന്നു. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വിവേക് എക്സ്പ്രസിൽ പോലീസ് നടത്തുന്ന പരിശോധനയുടെ തത്സമയ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇക്ബാൽ, നേരത്തെ കോയമ്പത്തൂർ വരെ അന്വേഷണ സംഘം 4 RPF ഉദ്യോഗസ്ഥർ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സ്റ്റേഷനിൽ വെച്ചുള്ള പരിശോധന മാത്രമല്ല, പിന്നീട് മുഴുനീളം കോയമ്പത്തൂർ വരെ ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ട്രെയിനിൽ ഇപ്പോൾ നല്ല തിരക്കുണ്ടാകുമല്ലോ സ്വാഭാവികമായും. അപ്പോൾ എല്ലാവരെയും വിളിച്ചുണർത്തി ഈ ചിത്രം കാണിച്ചുകൊണ്ട് പരമാവധി ആ ഇടങ്ങളിലൊക്കെ പരിശോധന നടത്തുകയാണോ പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്? സായി, നേരത്തെ അരുണോയ് എക്സ്പ്രസ് കോയമ്പത്തൂർ എത്തുന്നതുവരെ കേരള പോലീസും RPF സംയുക്തമായി തന്നെ ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. 4 ഉദ്യോഗസ്ഥർ പാലക്കാട് നിന്ന് പുറപ്പെട്ട 4 RPF ഉദ്യോഗസ്ഥർ ട്രെയിനിൽ കയറി കോയമ്പത്തൂർ വരെ ഈ ട്രെയിനിന്റെ മുക്കും മൂലം കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്തി എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീടാണ് ഇത്തരത്തിൽ അസാമിലേക്ക് പോകുന്ന കൂടുതൽ ട്രെയിനുകളിൽ പരിശോധന നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഉദ്യോഗസ്ഥർ പോയത്. നേരത്തെ അരുണ എക്സ്പ്രസിന് പാലക്കാട് ജംഗ്ഷനിൽ ഉണ്ടായിരുന്നത് 3 മിനിറ്റ് മാത്രമാണ് ഹോൾട്ട് സമയം. പക്ഷേ റെയിൽവേയുടെ പ്രത്യേക പരിഗണന വാങ്ങിക്കൊണ്ട് 10 മിനിറ്റോളം ട്രെയിന് പാലക്കാട് നിർത്തിക്കൊണ്ടായിരുന്നു പരിശോധന തുടർന്നത്. ഇപ്പോൾ ഏതായാലും വിവേക് എക്സ്പ്രസും ഇത്തരത്തിൽ തന്നെ കൂടുതൽ സമയം പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ട് പരിശോധന തുടരാനുള്ള ഒരു തീരുമാനത്തിലാണ് ഉദ്യോഗസ്ഥരുള്ളത്. ട്രെയിനിൻ്റെ എല്ലാ കമ്പാർട്ട്മെന്റുകളിലും കയറി ഇറങ്ങി ഉദ്യോഗസ്ഥർ നിലവിൽ പരിശോധന തുടരുന്നുണ്ട്. കുട്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഉദ്യോഗസ്ഥരുടെ ഈ പരിശോധനാ ശ്രമങ്ങളെല്ലാം തുടരുന്നത്. അവിടെ ഉറങ്ങിക്കിടക്കുന്ന ആളുകൾ വിളിച്ച് എണീപ്പിച്ച് സംശയം തോന്നുന്ന ആളുകളോട് കൃത്യമായി ചോദിച്ച് സാമ്യമുള്ള ഈ ചിത്രത്തിൽ സാമ്യമുള്ള കുട്ടിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലൊരു തെരച്ചിൽ ഇപ്പോഴും തുടരുന്നത്. ആളുകൾക്കെല്ലാം യാത്രക്കാർക്കെല്ലാം കൃത്യമായി ഈ തങ്ങളുടെ കയ്യിലുള്ള ആ ചിത്രം, പെൺകുട്ടിയുടെ തിരുവനന്തപുരത്ത് നിന്നും കാണാതായിട്ടുള്ള ആ പെൺകുട്ടിയുടെ ചിത്രം പോലീസ് ഉദ്യോഗസ്ഥർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുട്ടിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, ഏതെങ്കിലും സ്റ്റേഷനിൽ വെച്ച് ഇറങ്ങിപ്പോകുന്നതോ അല്ലെങ്കിൽ ട്രെയിനിൽ കയറുന്നതോ ആയ ദൃശ്യങ്ങൾ കാണുകയോ അല്ലെങ്കിൽ കുട്ടിയെ നേരിട്ട് കാണുകയോ ചെയ്തിട്ടുണ്ടോ എന്ന രീതിയിൽ ഉൾപ്പെടെ പോലീസ് ചോദിക്കുന്നതിന് ഈ ട്രെയിനിൽ പ്രത്യേകിച്ചും ആസാമിലേക്ക് പോകുന്ന യാത്രക്കാരാണ് കൂടുതലും ഉള്ളത്. കൃത്യമായി അവർക്കെല്ലാം ഈ ഫോണിൽ ഈ ചിത്രം കാണിച്ചുകൊണ്ട് ഇപ്പോൾ തെരച്ചിൽ തുടരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉദ്യോഗസ്ഥർ എല്ലാ ബോഗിയിലേക്കും മാറി കയറിയാണ് ഇപ്പോൾ തെരച്ചിൽ നടപടികൾ തുടരുന്നത്. ട്രെയിൻ കൂടുതൽ സമയം ഇവിടെ പിടിച്ചിട്ട് ഈ അന്വേഷണം അല്ലെങ്കിൽ ഈ തെരച്ചിൽ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രം കടത്തിവിടാനുള്ള തീരുമാനത്തിലായിരിക്കും ഉദ്യോഗസ്ഥർ നീങ്ങുക. അതിനുശേഷം ഒരു പക്ഷേ ചിലപ്പോൾ അരുണ എക്സ്പ്രസിൽ നടത്തിയതുപോലെ തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഈ ട്രെയിനിൽ കോയമ്പത്തൂർ എത്തുന്നത് വരെ ഒരു പക്ഷേ ഉദ്യോഗസ്ഥരെ ഇതിൽ നിയോഗിച്ച് തെരച്ചിൽ തുടരാനുള്ള നീക്കത്തിലേക്കും ചിലപ്പോൾ RPF കടന്നേക്കും. ഈ കുട്ടി ഒരു പക്ഷേ അരുണ എക്സ്പ്രസിൽ കയറിയിട്ടില്ലെങ്കിൽ പിന്നീട് അസമിലേക്ക് പോകാനുള്ളൊരു തീരുമാനത്തിൽ ഇറങ്ങിയതാണെങ്കിൽ കൂടുതലും ഈ വിവേക് എക്സ്പ്രസ് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വിവേക് എക്സ്പ്രസിലും ഇത്തരത്തിലൊരു തെരച്ചിൽ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. ട്രെയിനിൻ്റെ എല്ലാ ബോഗികളിലും കയറി ഇറങ്ങിക്കൊണ്ട് ഈ കുട്ടിക്ക് വേണ്ടിയുള്ള ഒരു പരിശോധനയാണ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. നേരത്തെ അരുണ എക്സ്പ്രസിൽ ചില ശുചിമുറികൾ അടഞ്ഞു കടന്നത് ഉദ്യോഗസ്ഥർക്ക് സംശയത്തിന് വഴിവെച്ചിരുന്നു. പിന്നീട് ഉദ്യോഗസ്ഥർ തന്നെ ബലം ഉപയോഗിച്ച് ആ ശുചിമുറികളെല്ലാം തുറന്ന് കൃത്യമായി പരിശോധിച്ചതിന് ശേഷമായിരുന്നു അരുണ എക്സ്പ്രസ് പാലക്കാട് നിന്നും വിട്ടയച്ചത്. ഇപ്പോൾ ഏതായാലും വിവേക് എക്സ്പ്രസിലും അത്തരത്തിലുള്ളൊരു പരിശോധന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തുടരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.
ട്രെയിനിൽ മുഴുനീള കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിനാണ്. തിരുവനന്തപുരത്ത് നിന്നും കയറിയ ആളുകൾക്ക് ഉൾപ്പെടെ കൃത്യമായി വിവരം നൽകി അവർക്കെല്ലാം ഈ കുട്ടിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ കാണിച്ചു കൊടുത്താണ് ഇപ്പോൾ പരിശോധന തുടരുന്നത്. ഉദ്യോഗസ്ഥർ പരിശോധന ഇപ്പോൾ അവസാനിപ്പിച്ച് ട്രെയിൻ ഇപ്പോൾ പുറപ്പെട്ടിട്ടുണ്ട്. യെസ്, അപ്പോൾ വിവേക്